ഭയങ്കര തിരക്കാണ് കേട്ടോ, പറയാൻ പറ്റാത്ത അത്രയും തിരക്കുണ്ട്. ഹലോ ഗായ്സ്, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ എമ്പുരാൻ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഷോ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഉച്ചക്ക് 1 മണി. ഇത് സെക്കൻഡ് ഷോ തന്നെയാണോ തേർഡ് ഷോയാ? സെക്കൻഡ് ഷോ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഭയങ്കര റിവ്യൂ അല്ല കാണുന്നത്, സമയമില്ല. ജസ്റ്റ് 12:57 1 മണിക്കാണ് ഷോ. നമ്മൾ കാണാൻ വേണ്ടി പോട്ടെ, കണ്ടു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. എല്ലാവരും നല്ല ഭയങ്കര റിവ്യൂ പറയുന്നത് നോക്കാം. കണ്ടിട്ട് ഇനി പുഷ്പ പോലെ ആവോ എന്തോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമ ഫസ്റ്റത്തെ ദിവസം തന്നെ കാണാൻ വരുന്നത്. അപ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ, പറയാൻ പറ്റാത്ത അത്രയും തിരക്കുണ്ട്. അതൊക്കെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഒരു എക്സൈറ്റ്മെൻറ്റ്. നമ്മൾ 4Kയിലാണ് കാണാൻ വന്നിട്ടുള്ള. ഞാൻ കുറച്ച് വെള്ളം വാങ്ങാന്ന് വെച്ചിട്ട് തിയേറ്ററിനുള്ളിൽ ഭയങ്കര പൈസയാണ്. പിന്നെ വെള്ളം വാങ്ങാൻ വേണ്ടിച്ചതാ പുറത്ത് പോകുന്നതാണ്. ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചൊക്കെ ഫുഡ് കഴിച്ചിട്ട് വന്നത്. നമ്മൾ സാധാരണ പുറത്തുനിന്ന് തിന്നാനുള്ള വാങ്ങിച്ചിട്ട് ഈ ഷോർട്സിൻ്റെ അല്ലെങ്കിൽ പാൻസിൻ്റെ ഉള്ളിൽ വെക്കുക ചെയ്യൽ. ഇവിടെ ഭയങ്കര പൈസയല്ല. അപ്പം ഞാൻ ഒരു കുപ്പി വെള്ളം മാത്രം മേടിച്ചിട്ടുണ്ട്. ഇനി പോയിട്ട് നോക്കാം, ഞാൻ ലാസ്റ്റ് പറയാം. നമുക്ക് ഏറ്റവും ബാക്കിൽ സീറ്റ് കിട്ടിയത്. ഏറ്റവും ബാക്കിൽ കുറച്ച് ഏകദേശം നടുക്കന്നെ കിട്ടിയത്. കാണിച്ചു തരാം ഞാൻ ബാക്ക് ക്യാമറ ഇട്ടിട്ട്. നമ്മുടെ ടിക്കറ്റ് A18 19. 6 ദിവസം മുമ്പെയാണ് നമ്മളെ ഒരു ഫ്രണ്ട് ബുക്ക് ചെയ്തത് ടിക്കറ്റ്. നമ്മൾ ഇന്ന് രാവിലെ വന്നപ്പോഴത്തേനും നമുക്ക് കിട്ടി ബാക്കിൽ സീറ്റ്. അപ്പോൾ ഞാൻ ഹാഫ് ടൈം കഴിഞ്ഞപ്പോൾ ഇറങ്ങി. എനിക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു, വീട്ടിൽ പോകേണ്ട അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് ബാക്കി ഹാഫ് കാണാൻ പറ്റിയില്ല. ഇൻ്റർവെല്ലിൽ വരെ ഇൻ്റർവെല്ലിൽ എൻഡ് ചെയ്തത് ഒരു ദുരൂഹമായ ഒരു ഇതിലാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ലാഗായ പോലെ തോന്നി. ഹാഫ് വരെ കണ്ടിട്ട് ലൂസിഫറാണ് കുറച്ചുകൂടെ നല്ലത് തോന്നി. എന്തായാലും ഫുൾ ഫിലിം കണ്ടിട്ട് നമ്മൾ റിവ്യൂ പറയും. ഞാനപ്പോൾ ഇവിടെ ഒരു നൊങ്ക് വാങ്ങാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുള്ള. അമൽ ഫുൾ റിവ്യൂ ഇപ്പോൾ ഇടും. അപ്പോൾ എല്ലാവരും റിവ്യൂ നോക്കാം. ഞാൻ ഹാഫ് കണ്ടത് വെച്ചിട്ട് എനിക്ക് കുറച്ച് ലാഗായ പോലെ തോന്നി മെയിനായിട്ട്. പിന്നെ കുഴപ്പമില്ല, നല്ല ബഡ്ജറ്റ് നല്ല രീതിയിലുണ്ട്. നല്ല ബഡ്ജറ്റിലെടുത്ത ഫിലിം തന്നെ. ബാക്കി ഞാൻ അമൽ പറയും. അപ്പോൾ ആശയില്ല, ആശയ്ക്ക് ഒരു അർജന്റ് കേസ് വന്നിട്ട് പോകേണ്ടി വന്ന്. അപ്പോൾ എമ്പുരാൻ കണ്ടിറങ്ങിയിട്ട് എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എമ്പുരാൻ തൂക്കി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ മഞ്ജു വാര്യരാണ്. എനിക്ക് വൻ ഇഷ്ടമായി മഞ്ജു വാര്യൻ്റെ അഭിനയവും കാര്യങ്ങളും എല്ലാം. മഞ്ജു വാര്യർ സെക്കൻഡ് ഹാഫിൽ ഒരു വരുത്തം വരുന്നുണ്ട്. രോമൊക്കെ കോരിത്തരിച്ചിപ്പോയി നിൽക്കുക. ഏതാ രസം, ഏതാ അഭിനയം. പിന്നെ എമ്പുരാൻ മസ്റ്റ് വാച്ച് മൂവിയാണ്. അവർ കൊടുത്ത ഹൈപ്പിനുള്ള പടം എന്ത് വന്നാലും എമ്പുരാനുണ്ട്. പിന്നെ എൻ്റെ വില്ലൻ കഥാപാത്രത്തിന് പ്രഡിക്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അതിന് മാത്രം ഹൈപ്പൊന്നുമില്ല. എനിക്കെന്തായാലും വൻ പടം ഹൈപ്പിനുള്ളതുണ്ട്. പൃഥ്വിരാജിന്റെ മൂവി പറയാൻ ഒന്നും പറയിപ്പിച്ചില്ല അവനെ. അടിപൊളി മൂവി, ഒന്നും പറയാനില്ല. അടിപൊളി കഥ, അടിപൊളി മൂവി. ഇനി ഇത് കൂടുതൽ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ കഥയിൽ എന്തേലും ഞാൻ പറഞ്ഞു പോകും, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. എനിക്ക് പക്ഷെ മഞ്ജു വാര്യറിന്റെ ആക്ടിങ് എനിക്ക് വൻ ഇഷ്ടം. എന്താണെന്നറിയില്ല, സെക്കൻഡ് ഹാഫിൽ മഞ്ജു വാര്യർ ഒരു ഇറക്കിറങ്ങും. ഇത് വേറെ പടം കണ്ട ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ പറയണം. മഞ്ജു വാര്യർ പടത്തിലേക്ക് ഒരു കംബാക്ക്, എന്തോ ഒരു സെക്കൻഡ് ഹാഫിൽ എന്തോ അവള് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു രോമാഞ്ചാണ് കഥേന്റെ അവസാനം വരെ. പക്ഷെ പടം പെട്ടെന്ന് കഴിഞ്ഞു, സെക്കൻഡ് ഹാഫ് പെട്ടെന്ന് കഴിഞ്ഞു. ഫസ്റ്റ് ഹാഫിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെടാണ്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് വലിയ രോമാഞ്ചം കോരിത്തെരിക്കലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ മഞ്ജു വാര്യറിന്റെ ഒരു സീൻ അത് കഴിഞ്ഞപ്പോഴത്തേനും പടം എനിക്ക് ഇതായി. ലാലേട്ടനൊക്കെ മാരക ആക്ടിങ്, ഒരു രക്ഷയില്ലാത്ത ആക്ടിങ് കാര്യങ്ങളായിരുന്നു. അപ്പോൾ അമലിൻ്റെ റിവ്യൂ കണ്ടില്ലേ? എനിക്ക് അമൽ പറയുന്ന കേട്ടപ്പോൾ സെക്കൻഡ് ഹാഫ് അയ്യോ എന്തുകൊണ്ട് മിസ്സാക്കി എന്നുള്ളൊരു ഫീലായിപ്പോയി. പിന്നെ വരാണ്ടിരിക്കാനും പറ്റൂല, അതുകൊണ്ട് പെട്ടെന്ന് വന്നതാ. അപ്പോൾ എന്തായാലും ഇനി അവസരം കിട്ടുവാണെങ്കിൽ ഞാൻ തിയേറ്ററിൽ പോയിട്ട് തന്നെ ഒന്നുകൂടെ എമ്പുരാൻ കാണും ഫുള്ളായിട്ട്. പിന്നെ പിന്നെ അമൽ പറയാനൊരു കാര്യം വിട്ടുപോയി. തിയേറ്ററിൽ ഭയങ്കര ആഡായിരുന്നു. എൻ്റെ അമ്മോ, ഭയങ്കര കൂക്കലും ആയിരുന്നു ആഡ്. സോറി, ഉള്ളിൽ ഭയങ്കര ബഹളമായതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയേ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും പറ്റുവാണെങ്കിൽ എമ്പുരാൻ പോയി കാണുക.
പിന്നെ മെയിനായിട്ട് ഞാൻ ഹാഫ് ടൈം വരെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ കേരളത്തിലെ ഷൂട്ടിനേക്കാളും കേരളത്തിലൊരു 10% ഉണ്ടായിട്ടുള്ളൂ. ബാക്കി മൊത്തം ഫോറിൻ കൺട്രീസ് ആയിരുന്നു കാണിച്ചത്. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഹാഫ് എനിക്ക് എന്തോ ഒരു ലാഗായ പോലെ തോന്നി. അത് ടൈം കൂടുതലുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. പിന്നെ പറ്റുവാണെങ്കിൽ എമ്പുരാൻ എല്ലാവരും പോയി കാണുക. അപ്പോൾ ഓക്കെ, ബൈ.